നമസ്കാരം. ഭൗതികശാസ്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യം ഡീഫോമിംഗ് ഫോഴ്സ് എന്താണെന്നത് പഠിച്ചു, റീസ്റ്റോറിംഗ് ഫോഴ്സ് പഠിച്ചു, ഇലാസ്റ്റിസിറ്റി പഠിച്ചു, പ്ലാസ്റ്റിസിറ്റി പഠിച്ചു, ഇലാസ്റ്റിക് ബോഡി പഠിച്ചു, പ്ലാസ്റ്റിക് ബോഡി പഠിച്ചു, ഇലാസ്റ്റിസിറ്റിയുടെ കാരണം പഠിച്ചു അല്ലേ? ഇനി മോർ ഇലാസ്റ്റിക്, ഒരു ബോഡി എങ്ങനെയാണ് മോർ ഇലാസ്റ്റിക് ആവുന്നതും പഠിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചോ അഥവാ ആരെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പഠിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറാം. ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നമ്മൾ ഇന്ന് എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മൾ ഇന്ന് എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഞാൻ നേരെ കഴിഞ്ഞ ദിവസം പറഞ്ഞു മെന്റൽ സ്ട്രെസ് എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ, രണ്ടാമത്തെ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് സ്ട്രെസ് എന്ന് പറയുന്ന ടേമാണ്. എന്താ മക്കളെ? സ്ട്രെസ്. ഓക്കെ, അപ്പോ സ്ട്രെസ്. ഓക്കെ, അപ്പോ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പ്രഷർ എന്താണെന്ന് പഠിച്ചിട്ടില്ലേ? എന്തിനായിരുന്നു നമ്മൾ പ്രഷർ എന്ന് പറഞ്ഞത്? നമ്മളൊരു ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഈ ബോഡിലേക്ക് ഫോഴ്സ് കൊടുക്കുകയാണ്, ഞാൻ നല്ല ഫോഴ്സ് കൊടുക്കുകയാണ് അല്ലെ? അപ്പൊ ഞാൻ മുഴുവൻ ഫോഴ്സ് ഈ ബോഡിലേക്കല്ലേ കൊടുക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയിൽ ഞാനൊരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുകയാണ്. യൂണിറ്റ് ഏരിയയുടെ ഐഡിയ ഒക്കെ അറിയാമല്ലോ. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ബോർഡ് എന്ന് പറയുന്ന പോട്ടെ, ഞാൻ ഇങ്ങനെ ഒരു സർഫസ് എടുത്തു. ഈ സർഫസിന് 10 സെന്റിമീറ്റർ സ്ക്വയർ, ഈ സർഫസിന്റെ ഏരിയ 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇരിക്കട്ടെ. അപ്പൊ ഈ 10 സെന്റിമീറ്റർ സ്ക്വയർ സർഫസിലേക്ക് ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഫോഴ്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ സർഫസിൽ ഞാനൊരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യാണ്, 1 സെന്റിമീറ്റർ സ്ക്വയർ കൺസിഡർ ചെയ്യാണ്. ആ യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ ആ ഫോഴ്സിനെയാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ എന്തെന്ന് പഠിച്ചത്? പ്രഷർ എന്ന് പഠിച്ചത്. ആണോടാ മക്കളെ? ആണോടാ? അപ്പോ പ്രഷർ. അപ്പൊ എന്താ മക്കളെ പ്രഷർ എന്ന് പറയുമ്പോ? നമ്മൾ ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നു, ആ ബോഡിയുടെ യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പ്രഷർ എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ഈ മൊത്തം ഏരിയയിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ഈ യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം ഫോഴ്സ് വരുന്നുണ്ടോ ആ ഫോഴ്സിന്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പ്രഷർ എന്ന് പറഞ്ഞത്. ചെറിയ ക്ലാസ്സിൽ 8th 9th ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മ കണ്ടോടെ? ഓക്കെ, അപ്പോ പ്രഷർ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. നിങ്ങൾ ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഇക്വേഷൻ? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഓർമ്മയുണ്ടോ മക്കളെ? പ്രഷർ P ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഈ ഇക്വേഷൻ ഒക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാ. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. എങ്ങനെയാ വന്നതൊക്കെ ഓർമ്മയുണ്ടോ? നമുക്ക് നോക്കാം. ഞാൻ പറയാണ്, ഞാൻ എ ഏരിയയിലേക്ക്, ഇപ്പൊ 10 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ എ സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് ഞാൻ ഫോഴ്സ് കൊടുത്തു. മനസ്സിലായോ? അപ്പോ ഈ എ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? എഫ് എന്ന് പറയുന്നത്. നമുക്ക് എന്തിന്റെ എക്സ്പ്രഷൻ ആയിരുന്നു വേണ്ടത്? പ്രഷറിന്റെ എക്സ്പ്രഷൻ ആയിരുന്നു. അപ്പൊ പ്രഷർ എന്ന് വെച്ചാൽ എന്താ? യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ എ ഏരിയയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പൊ യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം ഫോഴ്സ് ആക്ട് ചെയ്യും? നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ ഇത് ഇവിടെ നമ്മളിത് ലെഫ്റ്റ് സൈഡ് ആണ്, LHS ആണ്, ഇത് RHS ആണ്. അപ്പോ എ ഏരിയയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് യൂണിറ്റ് ഏരിയയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ രണ്ട് സൈഡും എ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യട്ടെ. രണ്ട് സൈഡും എ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പോ എ ബൈ എ എന്തായി പോയി മക്കളെ? 1. സോ യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? യൂണിറ്റ് ഏരിയയിൽ എഫ് ബൈ എ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്ത ഫോഴ്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? എഫ് ബൈ എ എന്ന് കിട്ടി. അപ്പൊ ആ യൂണിറ്റ് ഏരിയയിൽ എഫ് ഫോഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞത്, എ ഏരിയയിൽ എഫ് ഫോഴ്സ്. അങ്ങനെയാണ് യൂണിറ്റ് ഏരിയയിൽ എത്ര ഫോഴ്സ്? എഫ് ബൈ എ. ആ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്ത ഫോഴ്സിന്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്രഷർ എന്ന് പറയാ. ആ പ്രഷറിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? പ്രഷർ P ഈക്വൽ നമുക്ക് എന്ത് പറയാം മക്കളെ? എഫ് ബൈ എ എന്ന് പറയാം. അപ്പൊ പ്രഷർ എന്താണെന്നുള്ള ഒരു നല്ല ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. P ഈക്വൽ ടു എഫ് ബൈ എ. എന്താ യൂണിറ്റ്? പ്രഷറിന്റെ യൂണിറ്റ്. നമുക്ക് നോക്കാം. ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ യൂണിറ്റ് കണ്ടുപിടിക്കാൻ അറിയാം എല്ലാവർക്കും. അപ്പൊ നമുക്ക് പ്രഷറിന്റെ യൂണിറ്റ് ആണ് വേണ്ടത് അല്ലെ? അപ്പോ യൂണിറ്റ് ഓഫ് പ്രഷർ നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. നമ്മുടെ അടുത്ത് പ്രഷറിന്റെ യൂണിറ്റ് ചോദിച്ചു. പെട്ടിരിക്കരുത്, നമുക്ക് നോക്കാം. സോ യൂണിറ്റ് ഓഫ് പ്രഷർ, യൂണിറ്റ് ഓഫ് പ്രഷർ ദാറ്റ്സ് ഈക്വൽ ടു, പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? സോ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ താഴെ എന്താ പറയുന്നത്? ഏരിയ അല്ലേ? സോ യൂണിറ്റ് ഓഫ് ഏരിയ. യൂണിറ്റ് ഓഫ് ഫോഴ്സ്, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ചെറിയ ക്ലാസ് മുതലേ നമുക്കറിയാം, എളുപ്പം. എന്ത് പറ? ന്യൂട്ടൺ അല്ലെ? അപ്പൊ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് ഏരിയ എന്താ? മീറ്റർ സ്ക്വയർ അല്ലെ? മീറ്റർ സ്ക്വയർ.
അപ്പൊ ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ. ഈ ന്യൂട്ടൺ ഡിവൈഡ് ബൈ മീറ്റർ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ. ഇതിനെ എങ്ങനെ വായിക്കുന്നത് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്താ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോ പ്രഷറിന്റെ യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്താ മക്കളെ? പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലെ. ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ നമുക്ക് അല്ലെങ്കിൽ പാസ്കൽ എന്നും വിളിക്കാം. ഒരു സയന്റിസ്റ്റിന്റെ നെയിം ആണ് കേട്ടോ. പാസ്കൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുക. പാസ്കൽ കേട്ടോ, പാസ്കൽ. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമുക്ക് എങ്ങനെ പറയാം? പാസ്കൽ എന്നും പറയാം. പറഞ്ഞ മനസ്സിലായോ? ഈ പാസ്കലിന്റെ സിമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ക്യാപിറ്റൽ പി സ്മോൾ എ കണ്ടോ. പാസ്കൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ പി സ്മോൾ ലെറ്റർ ആയിരിക്കണം. എപ്പോഴും സയൻസിന്റെ നെയിം അല്ലേ. അപ്പൊ യൂണിറ്റ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ പി എന്തായിരിക്കണം? സ്മോൾ ലെറ്റർ ആയിരിക്കണം. അതല്ല സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? പി ക്യാപിറ്റൽ പി സ്മോൾ എ പി എ. അപ്പോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. അതാണ് മക്കളെ എന്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ പ്രഷർ എന്താണെന്നുള്ളത് മനസ്സിലായി. വേഗം പറ, എന്താ പ്രഷർ എന്ന് പറഞ്ഞാൽ? യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് പ്രഷർ എന്ന് പറഞ്ഞത്. യൂണിറ്റ് എന്താ മക്കളെ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. അപ്പൊ പ്രഷർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ടൈം എന്താണ്? സ്ട്രെസ് ആണ് അല്ലെ. അപ്പോ നമുക്കറിയാം പ്രഷർ ഈസിക്കൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആയിരുന്നു. അപ്പൊ സ്ട്രെസ് എന്തായിരിക്കും? നിങ്ങൾ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇവിടെ ഏതൊക്കെ ഫോഴ്സുകളെ കുറിച്ചാണ് പഠിക്കുന്നത്? ഡീപോയിങ് ഫോഴ്സ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സിനെ കുറിച്ചല്ലേ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്? ആണോ? അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമാണ്. പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ ആണെങ്കിൽ, ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡീഫോമിംഗ് ഫോഴ്സിനെ കുറിച്ചല്ലേ. അപ്പൊ നമ്മളൊരു ബോഡിയിലേക്ക് ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ബോഡിയിലെ യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം ഡീഫോമിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ ആ ഡീഫോമിംഗ് ഫോഴ്സിന്റെ അളവിന് നമ്മൾ ആ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഡീഫോമിംഗ് ഫോഴ്സിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സ്ട്രെസ് എന്ന് പറയാ. ഓക്കെ മക്കളെ. അപ്പൊ പ്രഷർ ഇസ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താ? കണക്ട് ചെയ്തെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിവിടെ ഡീഫോമിംഗ് ഫോഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോ ഡീഫോമിംഗ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സ്ട്രെസ് എന്ന് പറയാ അല്ലേ. പ്രഷർ അറിയാമെങ്കിൽ സ്ട്രെസ് വലിയ കാര്യമുണ്ടോ? ഒന്നുമില്ല, എളുപ്പമല്ലേ. എന്താ അത്? ഡീഫോമിംഗ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. ക്ലിയർ അല്ലേ. അപ്പൊ നമുക്ക് സ്ട്രെസ്സിന് ഒരു ഡെഫിനിഷൻ കിട്ടി. ഡീഫോമിംഗ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ ഇവിടെ പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ ആണെങ്കിൽ ഇവിടെ സ്ട്രെസ് ഈസിക്കൽ നമുക്ക് എന്ത് പറയാം? ഡീഫോമിംഗ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. ഓർത്തിരിക്കുക, ഡീഫോമിംഗ് ഫോഴ്സ്. എക്സാമിന് എഴുതുമ്പോൾ ഡീഫോമിംഗ് ഫോഴ്സ് എഴുതി വെക്കണം കേട്ടോ. സോ സ്ട്രെസ് ഈസിക്കൽ ടു ഡീഫോമിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. നമ്മൾ കേൾക്കാത്ത ഒരു ടേം ആയിരുന്നു, പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോ വല്ല പാടുണ്ടോ? എളുപ്പമല്ലേ. സോ സ്ട്രെസ് ഈസിക്കൽ ടു ഡീഫോമിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പോ നേരത്തെ നമ്മളിപ്പോ നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡീഫോമിംഗ് ഫോഴ്സിന് പകരം സ്ട്രെസ് ഈസിക്കൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ എന്നൊരു ഇക്വേഷൻ കാണാൻ കഴിയും. അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മുടെ ബോഡിയിലേക്ക് ഡീഫോമിംഗ് ഫോഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഇപ്പൊ ഈ ബോഡിയിലേക്ക് നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുകയാണ്. ഇതിനകത്ത് എന്ത് ഡെവലപ്പ് ചെയ്യും? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുക. അപ്പോ ഒരു ബോഡിയിലേക്ക് നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ബോഡിക്കകത്ത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറയാൻ വിട്ടുപോയ കാര്യമാണ്. നമ്മൾ ഈ ബോഡിയിലേക്ക് എത്രമാത്രം ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നുണ്ടോ അത്രമാത്രം തന്നെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആ ബോഡിക്കകത്ത് ഡെവലപ്പ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ സ്റ്റെബിലിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓക്കെ, ഓർമ്മയില്ലാത്തവർ ഒന്നുകൂടെ ആ വീഡിയോ കാണുക കേട്ടോ. ആ ക്ലാസ് ഒന്ന് കേൾക്കുക. അപ്പോ നമ്മൾ ഈ ബോഡിയിലേക്ക് ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നു. നമ്മൾ എത്രമാത്രം ഡീഫോമിംഗ് ഫോഴ്സ് കൂടുതൽ കൊടുക്കുന്നോ അത്രമാത്രം തന്നെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈ ബോഡിക്കകത്ത് ഡെവലപ്പ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ കൊടുക്കുന്ന ഡീഫോമിംഗ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ്. പക്ഷെ ഡയറക്ഷനോ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ എപ്പോഴും ആലോചിക്കുക, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഓൾവേസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ഡീഫോമിംഗ് ഫോഴ്സ്. നമ്മൾ കൊടുക്കുന്ന ഡീഫോമിംഗ് ഫോഴ്സിന് ഈക്വലും ഓപ്പോസിറ്റീവ് ആയിരിക്കും എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഈ ഓപ്പോസിറ്റ് ആണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്. ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ പറയാൻ വിട്ടുപോയി. അത് നമ്മൾ ഇവിടെ ഇപ്പൊ പറഞ്ഞു. കുഴപ്പമുണ്ടോ? പ്രശ്നമില്ലല്ലോ. നമ്മളൊരു ബോഡിയിലേക്ക് എത്രമാത്രം ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഈ ബോഡിക്കകത്ത് ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സും കൂടിക്കൊണ്ടേയിരിക്കും. ഡീഫോമിംഗ് ഫോഴ്സ് കൂടിയാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ എത്രമാത്രം നമ്മൾ കൊടുക്കുന്ന ഡീഫോമിംഗ് ഫോഴ്സിന്, ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു, ഞാൻ എത്രമാത്രം ഡീഫോമിംഗ് ഫോഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ അത്ര തന്നെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈ ബോഡിക്കകത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ. അപ്പോൾ ഡീഫോമിംഗ് ഫോഴ്സ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈക്വലാ. അപ്പൊ നമുക്ക് എന്ത് പറയാം? പ്രഷർ സ്ട്രെസ് ഈക്വൽ ഡീഫോമിംഗ് ഫോഴ്സ് ബൈ ഏരിയ. ഈ ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ?
റീസ്റ്റോറിംഗ് ഫോഴ്സിന് ഈക്വൽ. അപ്പൊ നമുക്ക് സ്ട്രെസ് ഈസിക്കൽ നമുക്ക് എന്തെന്ന് എഴുതാം? സ്ട്രെസ് ഈസിക്കൽ ടു ഡീഫോമിംഗ് ഫോഴ്സിന് പകരം രണ്ടും ഈക്വൽ അല്ലേ? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. പുസ്തകത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് സ്ട്രെസ് ഈസിക്കൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള ഇക്വേഷൻ ആണ് കിടക്കുന്നത്. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഡീഫോമിംഗ് ഫോഴ്സ് ബൈ ഏരിയ വെച്ചിട്ടാണ് ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. അപ്പോ ഓർക്ക് അപ്പൊ സ്ട്രെസ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോ ഒരു ബോഡിയിലേക്ക് നമ്മൾ ഡീഫോയിങ് ഫോഴ്സ് കൊടുക്കുന്നു. അതിന്റെ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഡീഫോയിങ് ഫോഴ്സിന്റെ അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ അളവിന് നമുക്ക് എന്തെന്ന് പറയാം? നമുക്ക് സ്ട്രെസ് എന്ന് പറയാം. വേഗം പറയും, എന്തായിരിക്കും യൂണിറ്റ് എന്ന് പറയുന്നത്? നമുക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞാലും പ്രഷർ തന്നെയല്ലേ, ഡിഫോയിങ് ഫോഴ്സ് തന്നെയല്ലേ. ഡിഫോയിങ് ഫോഴ്സ് ബൈ ഏരിയ. ഡിഫോയിങ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഫോഴ്സിന്റെ യൂണിറ്റ് തന്നെ ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. സോ ഡിഫോയിങ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പൊ ഡിഫോയിങ് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഡിഫോയിങ് ഫോഴ്സ് ഒരു ഫോഴ്സ് അല്ലേ മക്കളെ? അപ്പൊ യൂണിറ്റ് എന്ത് തന്നെ വരും? ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. അപ്പോ നമുക്ക് സ്ട്രെസിന്റെ യൂണിറ്റും കിട്ടി. എന്താ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? പാസ്കൽ എന്ന് പറയാം. ക്ലിയർ ആണോ മക്കളെ? അപ്പോ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലായോ? സ്ട്രെസ് ഇസ് ദ ഡിഫോയിങ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ, അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. മനസ്സിൽ പതിഞ്ഞോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ബോഡിയിലേക്ക് ഡിഫോയിങ് ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഈ സ്ട്രെസ്സിന് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സ്ട്രെസ് എന്താണെന്നുള്ളത് അറിയാം അല്ലേ? സോ നമുക്ക് അടുത്തതായിട്ട് ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ്, നമുക്ക് സ്ട്രെസ്സിനെ ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ? സോ അതിനുവേണ്ടി നമ്മൾ ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യാണ്. റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ഡെഫിനിറ്റ് സൈസും ഷേപ്പും ഉള്ള ഒരു ബോഡിയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയാം. ഓക്കെ, അപ്പോ നമ്മൾ അങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ബോഡി എടുക്കുകയാണ്. നമ്മൾ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ബോഡി കൺസിഡർ ചെയ്തു. ഇപ്പൊ ഞാൻ പറയാണ്, ദിസ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റബ്ബർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബോഡി എടുക്കുക. അപ്പൊ നമ്മുടെ ബോഡിയുടെ ഷേപ്പ് എന്താ? സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. ഓക്കെ, റബ്ബർ കൊണ്ടുള്ള ഇങ്ങനെ ഒരു ബോഡി നമ്മൾ എടുക്കുകയാണ്. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ബോഡി നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇതിലേക്ക് ഒരു ഡിഫോയിങ് ഫോഴ്സ് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഡിഫോയിങ് ഫോഴ്സ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ബോഡിയെ ഞാൻ പുറത്തേക്ക് വലിക്കുകയാണ്. ഇവിടെ ഞാൻ പുറത്തേക്ക് വലിക്കുക. കണ്ടോ? രണ്ട് സൈഡിൽ ഞാൻ പുറത്തേക്ക് ഫോഴ്സ് കൊടുക്കുക. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, എന്താ സംഭവിക്കുക? ഇതൊരു റബ്ബർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ റബ്ബർ ബോഡിയുടെ ലെങ്ത് കൂടും അല്ലേ? അപ്പോ ഇയാളുടെ ലെങ്ത് കൂടും. സോ ഇയാളുടെ ലെങ്ത് കൂടി. കണ്ടോ? ഇയാളുടെ ലെങ്ത് കൂടി. നേരത്തെ ഇത്രയും ലെങ്ത് ഉള്ളായിരുന്നു, ഇപ്പൊ ഇയാളുടെ ലെങ്ത് കൂടി. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ കൊടുക്കുന്ന ഡിഫോയിങ് ഫോഴ്സ് കാരണം ഇവിടെ ഈ ബോഡിയുടെ ലെങ്ത് കൂടി. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ കൊടുക്കുന്ന ഡിഫോയിങ് ഫോഴ്സിന് ഒരു ബോഡിയുടെ ലെങ്ത് ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡിഫോയിങ് ഫോഴ്സ് കാരണം ഒരു ബോഡിയുടെ ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിന് നമ്മളൊരു പേര് പറയും, ലീനിയർ സ്ട്രെസ്. എന്താ മക്കളെ? ലീനിയർ സ്ട്രെസ്. അപ്പോ ടൈപ്സ് ഓഫ് സ്ട്രെസ്സിനകത്ത് ഒന്നാമത്തെ സ്ട്രെസ് എന്താണ്? നമ്പർ 1 എന്താ മക്കളെ? ലീനിയർ സ്ട്രെസ്. ലീനിയർ സ്ട്രെസ്. അതല്ലെങ്കിൽ നമ്മൾ പറയും ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഈ ലീനിയറും ലോഞ്ചിറ്റ്യൂഡിനലും ടേമുകളൊക്കെ നമ്മൾ ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം ഫിസിക്സിൽ ഉപയോഗിക്കുന്ന ടേമുകളാണ്. സോ ലീനിയർ സ്ട്രെസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളൊരു ബോഡിയിലേക്ക് ഡിഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നു, അതല്ലെങ്കിൽ നമ്മളൊരു ബോഡിയിലേക്ക് സ്ട്രെസ് കൊടുക്കുന്നു. ആ സ്ട്രെസ് കാരണം ആ ബോഡിയുടെ ലെങ്ത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത്തരം സ്ട്രെസ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ മക്കളെ? ലീനിയർ സ്ട്രെസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന്. ക്ലിയർ? അപ്പൊ നമ്മളിവിടെ ഈ ബോഡിയിലേക്ക് ഡിഫോയിങ് ഫോഴ്സ് കൊടുത്തു, ഇയാളുടെ ലെങ്ത് കൂടി. അപ്പൊ നമ്മൾ കൊടുത്ത സ്ട്രെസ് എന്താ? ഒരു ലീനിയർ സ്ട്രെസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത് അല്ലെ? ഇനി ഞാൻ പറയാം, നമ്മൾ ഇതേ റബ്ബർ ബോഡി ഇവിടെ എടുക്കുക. നമ്മൾ റബ്ബർ ബോഡി എടുത്തു, സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള റബ്ബർ ബോഡി എടുത്തു. നമ്മൾ ഇപ്പൊ എന്താ ചെയ്തത്? നമ്മൾ പുറത്തേക്ക് വലിക്കുകയായിരുന്നു ആണോ? ഈ റബ്ബർ ബോഡി രണ്ട് സൈഡിലും ഞാൻ അകത്തേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. അതായത് ഇവിടെ ഞാൻ അകത്തേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുക, ഇവിടുന്ന് അകത്തേക്ക് ഞാൻ ഫോഴ്സ് കൊടുക്കുക, അകത്തേക്ക് ഫോഴ്സ് കൊടുത്തു. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇവിടെ ഈ ബോഡിയുടെ അകത്തേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്. നിങ്ങൾ തന്നെ പറ, എന്തായിരിക്കും സംഭവിക്കുക? ലെങ്ത് കൂടുവോ കുറയോ? എന്താ സംഭവിക്കുക? ലെങ്ത് കുറയും അല്ലേ? അപ്പോ ഇവിടെ ഞാൻ അകത്തേക്ക് ഫോഴ്സ് കൊടുത്തു, അകത്തേക്ക് കംപ്രസ് ആവും അല്ലേ? റബ്ബർ അല്ലേ? അപ്പൊ അകത്തേക്ക് കംപ്രസ് ആയി. കണ്ട? ഇത്രയും കുറയ്ക്കണ്ട, എങ്കിലും നമുക്ക് മനസ്സിലാവാൻ വേണ്ടി
അതെ ലെങ്ത് കുറച്ച് വരയ്ക്കുക. കണ്ടോ, ഇവിടെ ഇയാളുടെ ലെങ്ത് ഇത്രയായിരുന്നു, ഇവിടെ ഇപ്പൊ ഇയാളുടെ ലെങ്ത് കുറഞ്ഞില്ലേ? കുറഞ്ഞോ മക്കളെ? കുറഞ്ഞോടാ. അപ്പോ ഇവിടെ ലെങ്ത് കുറഞ്ഞു. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഡിഫോയിങ് ഫോഴ്സ് കൊടുത്തു, ലെങ്ത് കുറഞ്ഞു, അവിടെ ലെങ്തിന് ചേഞ്ച് ഉണ്ടായി അല്ലേ മക്കളെ? അപ്പൊ ലെങ്തിന് ചേഞ്ച് ഉണ്ടാവുക എന്ന് പറയുമ്പോ ഒന്നുകിൽ ലെങ്ത് കൂടാം, അതല്ല എങ്കിൽ ലെങ്ത് കുറയാം. രണ്ടും എന്ത് തന്നെയാണ്? ലീനിയർ സ്ട്രെസ് അല്ലെങ്കിൽ ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെസ് തന്നെയാണ്. പറഞ്ഞത് മനസ്സിലായോ? അപ്പോ ഇവിടെ നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ എക്സാമ്പിളും എന്തിന് എക്സാമ്പിൾ തന്നെയാണ്? ലീനിയർ സ്ട്രെസ് അല്ലെങ്കിൽ ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെസിന് എക്സാമ്പിൾ ആണ്. പറഞ്ഞ മനസ്സിലായോ മക്കളെ? പക്ഷെ ഒന്നാമത്തെ കേസിൽ നമ്മൾ ലീനിയർ സ്ട്രെസ് കൊടുത്തപ്പോൾ അവിടെ എന്താ മക്കളെ സംഭവിച്ചേ? ആ ഒന്നാമത്തെ കേസിൽ ലീനിയർ സ്ട്രെസ് കൊടുത്തപ്പോൾ ഈ ബോഡിയുടെ ലെങ്ത് കൂടി അല്ലെ? അപ്പൊ നമ്മളൊരു ബോഡിയിലേക്ക് ലീനിയർ സ്ട്രെസ് കൊടുക്കുന്നു, അത് കാരണം ആ ബോഡിയുടെ ലെങ്ത് കൂടാൻ കുറയാം. കൂടുകയാണെങ്കിൽ ആ ലീനിയർ സ്ട്രെസ് നമ്മളൊരു പേര് വിളിക്കും, കുറയുകയാണെങ്കിൽ നമ്മൾ ആ ലീനിയർ സ്ട്രെസിന്റെ പേര് വിളിക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ലീനിയർ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ആ ബോഡിയിലേക്ക് ലീനിയർ സ്ട്രെസ് കൊടുക്കുമ്പോൾ ആ ബോഡിയുടെ ലെങ്ത് ചേഞ്ച് ചെയ്യും. രണ്ട് പോസിബിലിറ്റിയാ, ഒന്നുകിൽ ലെങ്ത് കൂടാം അല്ലെങ്കിൽ ലെങ്ത് കുറയാം. അപ്പൊ ആ ലെങ്ത് കൂടുകയാണെങ്കിൽ ആ ലീനിയർ സ്ട്രെസിന് നമ്മളൊരു പേര് വിളിക്കും, ലെങ്ത് കുറയുകയാണെങ്കിൽ ആ ലീനിയർ സ്ട്രെസിന് നമ്മൾ മറ്റൊരു പേര് വിളിക്കും. ഓക്കെ മക്കളെ? അപ്പൊ നമ്മളൊരു ബോഡിയിലേക്ക് ലീനിയർ സ്ട്രെസ് കൊടുക്കുന്നു, ആ ബോഡിയുടെ ലെങ്ത് കൂടുന്നു. അങ്ങനെ ലെങ്ത് കൂടുകയാണെങ്കിൽ ആ കൊടുത്ത ലീനിയർ സ്ട്രെസിന് നമ്മളൊരു പേര് പറയും, ടെൻസൈൽ സ്ട്രെസ്. എന്താ മക്കളെ? ടെൻസൈൽ സ്ട്രെസ്. അപ്പോ നമുക്ക് ലീനിയർ സ്ട്രെസ് കാരണം ലെങ്ത് കൂടുകയാണെങ്കിൽ ആ ലീനിയർ സ്ട്രെസ് നമുക്ക് എന്ത് പേര് വിളിക്കാം? ടെൻസൈൽ സ്ട്രെസ്. ക്ലിയർ? ഇനി നമ്മൾ കൊടുക്കുന്ന ലീനിയർ സ്ട്രെസ് കാരണം നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിൾ ലെങ്ത് കുറയുകയാണെങ്കിൽ ആ കൊടുത്ത ലീനിയർ സ്ട്രെസിന് നമ്മളൊരു പേര് പറയും, കംപ്രസീവ് സ്ട്രെസ്. എന്താ മക്കളെ? കംപ്രസീവ് സ്ട്രെസ് അല്ലെങ്കിൽ കംപ്രഷണൽ സ്ട്രെസ് എന്നൊക്കെ പറയാം. ഇപ്പോ കംപ്രസീവ് സ്ട്രെസ്. ഓക്കെ മക്കളെ? അപ്പൊ നമുക്ക് ലീനിയർ സ്ട്രെസ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെ? ടെൻസൈൽ സ്ട്രെസ് എന്നും കംപ്രസീവ് സ്ട്രെസ് എന്നും. പറയുന്നത് മനസ്സിലായോ മക്കളെ? അപ്പോ എന്താ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബോഡിയിലേക്ക് ലീനിയർ സ്ട്രെസ് കൊടുക്കുമ്പോൾ ആ ബോഡിയിലെ ലെങ്ത് കൂടുകയാണെങ്കിൽ ആ ലീനിയർ സ്ട്രെസിന് നമുക്ക് ടെൻസൈൽ സ്ട്രെസ് എന്നും, ലെങ്ത് കുറയുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പേര് വിളിക്കാം മക്കളെ? കംപ്രസീവ് സ്ട്രെസ് എന്നും പറയാം. ക്ലിയർ? അപ്പോ ടൈപ്സ് ഓഫ് സ്ട്രെസ്സിനകത്ത് നമ്മൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ലീനിയർ സ്ട്രെസ്. ആ ലീനിയർ സ്ട്രെസ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ടെൻസൈൽ സ്ട്രെസ് എന്നും കംപ്രസീവ് സ്ട്രെസ് എന്നും. ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഈ ലീനിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഓക്കെ മക്കളെ? അപ്പം ലീനിയർ സ്ട്രെസ് ഈസ് ഇക്വൽ ടു, ഏത് സ്ട്രെസ് ആണെന്ന് നിങ്ങൾ ആലോചിക്കുന്ന കാര്യം എന്താ? സ്ട്രെസ്സിന് ബേസിക് ആയിട്ട് ഇക്വേഷനേ ഉള്ളൂ. എന്താണ്? ഡിഫോയിങ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. അപ്പോൾ ലീനിയർ സ്ട്രെസ് എന്ന് വെച്ചാൽ ഒരു സ്ട്രെസ് തന്നെയല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ലീനിയർ സ്ട്രെസ് ഈസ് ഇക്വൽ ടു നമ്മൾ കൊടുത്ത ഡിഫോയിങ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ലീനിയർ സ്ട്രെസ്. സ്ഥല പരിമിതി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എൽ സ്ട്രെസ് എന്ന് എഴുതി വെച്ചത്. എക്സാമിന് അങ്ങനെ എഴുതി വെക്കല്ലേ. ലീനിയർ സ്ട്രെസ് ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ കൊടുത്ത ഡിഫോയിങ് ഫോഴ്സ് എന്താണെന്നിരിക്കട്ടെ? എഫ് ആണെന്നിരിക്കട്ടെ. സോ എഫ് ഡിവൈഡ് ബൈ, ഇവിടെ എന്താ മക്കളെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഫോഴ്സ് നമ്മൾ പുറത്തേക്കല്ലേ കൊടുത്തേക്കുന്നത്? അപ്പൊ ഈ എലോങ് ദിസ് ലൈൻ അല്ലേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഏത് ഏരിയ കൺസിഡർ ചെയ്യും? ഈ ക്രോസ് സെക്ഷണൽ ഏരിയ. പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ ഇവിടുന്നല്ലേ പുറത്തേക്ക് പിടിച്ച് വലിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ക്രോസ് സെക്ഷനിലേക്കല്ലേ ആ ഫോഴ്സ് കൊടുക്കുന്നത്. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അപ്പൊ ഇവിടെ ഏരിയ എന്ത് പറയും? ഫോഴ്സ് ബൈ ഏരിയ. സോ ലീനിയർ സ്ട്രെസ് അല്ലെങ്കിൽ ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടി. ലീനിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. എപ്പോഴും ഈ ഏരിയ എടുക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ഏത് ഏരിയ എടുത്തേ? ക്രോസ് സെക്ഷൻ ഏരിയ. കാരണം നമ്മൾ ആ ക്രോസ് സെക്ഷൻ ഏരിയയിലൂടെയാണ് ഫോഴ്സ് വരുന്നത് പുറത്തേക്ക്. മനസ്സിലായോ മക്കളെ? അപ്പോ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇവിടെ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ക്രോസ് സെക്ഷൻ ഏരിയ. ഇവിടെ നമ്മുടെ ബോഡിയുടെ സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. അതുകൊണ്ട് ഈ ക്രോസ് സെക്ഷൻ ഏരിയ നമുക്ക് എന്ത് പറയാം? എ ഈസ് ഈക്വൽ ടു, എയുടെ വാല്യൂ എന്താ? ഇത് ക്രോസ് സെക്ഷൻ ഏരിയ സർക്കിൾ അല്ലേ? സർക്കിളിന്റെ റേഡിയസ് ആരാണെങ്കിൽ ഏരിയ എന്തായിരിക്കും? പൈ ആർ സ്ക്വയർ. ഇനി ഞാൻ ഈ റബ്ബർ സിലിണ്ടർ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിന് പകരം ഒരു റെക്ടാംഗുലർ ബ്ലോക്ക് ആണെന്നിരിക്കട്ടെ. ഇപ്പൊ ഈ റബ്ബർ ഞാനിപ്പോ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള റബ്ബർ ബോഡി അല്ലേ എടുത്തേ? ഒരു റെക്ടാംഗുലർ ഷേപ്പിലുള്ള റബ്ബർ ബോഡി ആയിരുന്നെങ്കിലോ? ഒരു റെക്ടാംഗുലർ ഷേപ്പിലുള്ള റബ്ബർ ബോഡിയാണ്. അപ്പൊ ഇവിടെ ഈ കേസിൽ ഫോഴ്സ് ബൈ ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്ന് വരും. ഈ രണ്ടാമത്തെ കേസിലോ നമ്മൾ ഇതിലേക്ക് ഫോഴ്സ് കൊടുക്കുകയാണ്, അവിടെ ലീനിയർ സ്ട്രെസ് ഉണ്ടായി, അവിടെ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അവിടെ ഏരിയ എന്തായിരിക്കും? ഇത് ക്രോസ് സെക്ഷൻ ഏരിയയുടെ ഷേപ്പ് എന്താ? റെക്ടാംഗിൾ അല്ലേ? ഇപ്പൊ റെക്ടാംഗിൾ ഏരിയ എന്താ? ലെങ്ത് അതിന്റെ ബ്രെഡ്ത്ത് അല്ലേ? സോ അവിടെ എന്ത് വരും? എൽ ഇൻറ്റു ബി വരും. മനസ്സിലായോ? സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ക്രോസ് സെക്ഷൻ ഏരിയ, ഫോഴ്സ് ബൈ ഏരിയ പൈ ആർ സ്ക്വയർ. ഇവിടെ നമ്മൾ റെക്ടാംഗുലർ ഷേപ്പിലുള്ള റബ്ബർ ബോഡിയാണ്, അല്ലെ ഏത് ബോഡി ആയിക്കോട്ടെ റെക്ടാംഗുലർ ഷേപ്പിലുള്ള ബോഡി ആണെങ്കിൽ അവിടെ ക്രോസ് സെക്ഷൻ ഏരിയ എന്തായിരിക്കും?
റെക്ടാംഗിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് L ഇൻറ്റു B. മനസ്സിലായോ? ഓക്കെ, അപ്പോ ക്ലിയർ ആണോ? അപ്പോ ലീനിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ മനസ്സിലായല്ലോ, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പോ ഒന്നാമത്തെ സ്ട്രെസിന്റെ ടൈപ്സ് ഓഫ് സ്ട്രെസിനകത്ത് ഒന്നാമത്തെ സ്ട്രെസ് ലീനിയർ സ്ട്രെസ് അല്ലെങ്കിൽ ലോങ്ജിറ്റ്യൂഡൽ സ്ട്രെസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത സ്ട്രെസ്സിലേക്ക് പോകാം. അപ്പൊ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് സ്ട്രെസ്സിലേക്ക് പോകാം. ഓക്കെ മക്കളെ, സോ അടുത്ത ടൈപ്പ് ഓഫ് സ്ട്രെസ് നമുക്ക് അതിന്റെ പേര് ആദ്യം എഴുതിയിടാം. നമ്പർ 2, രണ്ടാമത്തെ ടൈപ്പ് സ്ട്രെസ് നമ്മൾ പറഞ്ഞ പേരാണ് വോളിയം സ്ട്രെസ്. വോളിയം സ്ട്രെസ് അതല്ലെങ്കിൽ നമ്മൾ അതിന് മറ്റൊരു പേര് പറയും ബൾക്ക് സ്ട്രെസ്. പേര് കേട്ടാൽ തന്നെ ഒരു ഐഡിയ കിട്ടി അല്ലെ, വോളിയം സ്ട്രെസ്. അപ്പൊ വോളിയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ട്രെസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ആണോ മക്കളെ? അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അപ്പൊ വോളിയം സ്ട്രെസ് എന്ന് പറഞ്ഞപ്പോ, ലീനിയർ സ്ട്രെസ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ അതിലേക്ക് ഒരു സ്ട്രെസ് കൊടുത്തു, ലെങ്ത് ചേഞ്ച് ചെയ്തപ്പോൾ നമ്മൾ അതിനെ ലീനിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു. ലെങ്ത് കൂടിയോ കുറയോ ലീനിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും ഈ വോളിയം സ്ട്രെസ് എന്ന് പറയുമ്പോ, നമ്മളൊരു ബോഡിയിലേക്ക് സ്ട്രെസ് കൊടുക്കുന്നു, ആ സ്ട്രെസ് കാരണം ആ ബോഡിയുടെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതിനെ വോളിയം സ്ട്രെസ് എന്ന് പറയാം. പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ ഞാനൊരു റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഒരു ബോഡി എടുക്കുകയാണ്, ഒരു റിജിഡ് ബോഡി എടുക്കുകയാണ്. ഓക്കെ, ഇതിന്റെ എല്ലാ സൈഡിൽ നിന്ന് ഞാൻ ഫോഴ്സ് കൊടുക്കുക, അകത്തേക്ക് ഫോഴ്സ് കൊടുക്കുക. നിങ്ങൾ തന്നെ പറഞ്ഞു റബ്ബർ ബോഡി തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഓർക്കാനുള്ള അല്ലെ ഇമാജിൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് റബ്ബർ എന്ന് പറയുന്നത് കേട്ടോ. സോ റബ്ബർ ബോഡി ആയിക്കോട്ടെ, ഞാൻ എല്ലാ ഡയറക്ഷനിലും അതിനെ അകത്തേക്ക് ഫോഴ്സ് ചെയ്യുക, അകത്തേക്ക് കംപ്രസ് ചെയ്യുക, അകത്തേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലും അകത്തേക്ക് ഫോഴ്സ് കൊടുക്കുക. എന്താ സംഭവിക്കുക? റിസൾട്ട് എന്തായിരിക്കും? എല്ലാ ഡയറക്ഷനിലേക്കും ഞാൻ ഫോഴ്സ് കൊടുക്കുന്നു. ആ ഫോഴ്സ് കാരണം ഈ വലിയ ബോഡിയുടെ വലിപ്പം കുറയൂലേ? സോ വലിപ്പം കുറഞ്ഞു. വലിപ്പം കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വോളിയം കുറയുകയല്ലേ? ആണോ? അപ്പൊ ഇയാളുടെ വലിപ്പം ഇവിടെ കുറഞ്ഞു. നമ്മൾ കൊടുത്ത സ്ട്രെസ് കാരണം ഇയാളുടെ വോളിയം കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കൊടുത്ത സ്ട്രെസ്സിന് നമുക്ക് എന്ത് പേര് പറയാം മക്കളെ? വോളിയം സ്ട്രെസ് എന്ന് പറയാം. അപ്പൊ എന്താ മക്കളെ വോളിയം സ്ട്രെസ് എന്ന് പറയുമ്പോൾ, നമ്മളൊരു ബോഡിയെ എല്ലാ ഡയറക്ഷനിൽ നിന്നും അകത്തേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. അതായത് നമ്മളൊരു ബോഡിയിലേക്ക് ഒരു സ്ട്രെസ് കൊടുക്കുന്നു, ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ആ ഡീഫോമിംഗ് ഫോഴ്സ് കാരണം ആ ബോഡിയുടെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടായാൽ മതി, കൂടിയോ കുറയോ. വോളിയത്തിന് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആ സ്ട്രെസ്സിന് നമുക്കൊരു പേര് പറയാം, വോളിയം സ്ട്രെസ് എന്ന് പറയാം. ക്ലിയർ? സോ വോളിയം സ്ട്രെസ് is the stress due to which the volume of the body changes. അതിന്റെ വലിപ്പത്തിന് ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ വോളിയം സ്ട്രെസ് എന്ന് പറയാം. വേഗം ഇക്വേഷൻ പറഞ്ഞു. വോളിയം സ്ട്രെസിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? വോളിയം സ്ട്രെസ് ഈസ് ഈക്വൽ ടു, എളുപ്പം, വോളിയം സ്ട്രെസ് ദാറ്റ്സ് ഈക്വൽ ടു എന്താ? സ്ട്രെസിന്റെ ബേസിക് ഇക്വേഷൻ എന്താ? ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? അപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നു, എഫ് ഫോഴ്സ് കൊടുക്കുന്നു, ഇതിന്റെ ഏരിയ എ ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നു, എഫ് ഫോഴ്സ് കൊടുക്കുന്നു, എ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിലാക്കുന്ന സ്ട്രെസിന്റെ വാല്യൂ പറ, വോളിയം സ്ട്രെസിന്റെ വാല്യൂ പറ. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇവിടെ ആക്ട് ചെയ്യുന്ന ഏരിയയുടെ വാല്യൂ എന്താ? എ അല്ലേ? അപ്പോ എഫ് ഡിവൈഡഡ് ബൈ എ. ക്ലിയർ? നമ്മൾ എല്ലാ സൈഡിലേക്കും എഫ് ഫോഴ്സ് അല്ലേ കൊടുക്കുന്നത്. എല്ലാ സൈഡിന്റെ ഏരിയ ഞാനിപ്പോ തൽക്കാലം എന്തായിട്ട് എടുത്തു? എ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ വോളിയം സ്ട്രെസ് ഈസിക്കൽ നമുക്ക് എന്ത് പറയാം? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, എഫ് ബൈ എ. ഓക്കെ. അപ്പൊ വോളിയം സ്ട്രെസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ പുസ്തകം നോക്കുന്നവരാണെങ്കിൽ ആ പുസ്തകത്തിൽ വോളിയം സ്ട്രെസ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എ, ഡിഫോമിംഗ് ഫോഴ്സ് ബൈ ഏരിയ, ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ. നമ്മളിങ്ങനെ ട്രയാങ്കിൾ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഡെൽറ്റ എന്നാണ് കേട്ടോ. സോ ഡെൽറ്റ പി ഇന്നിങ്ങനെ എഴുതിയിരിക്കുന്നതാണ്. വോളിയം സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി. ഫോഴ്സ് ബൈ ഏരിയ, ഓക്കെ ഫൈൻ, ഫോഴ്സ് ബൈ ഏരിയ പ്രഷർ ആണ്. അപ്പൊ പി എന്ന് കിട്ടാൻ പോരായിരുന്നു. എന്തിനാ ഈ ഡെൽറ്റ പി ഇട്ടേക്കുന്നത്? നിങ്ങൾ പുസ്തകം നോക്കണം. വോളിയം സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ പി എന്ന് എഴുതും. നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ വോളിയം സ്ട്രെസിന്റെ ഇക്വേഷൻ എഫ് ബൈ എ എന്നാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ പി എന്നും മനസ്സിലായി. സോറി, ആ ഡെൽറ്റ പി എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോഴ്സ് ബൈ ഏരിയ എന്തായാലും ഒരു പ്രഷർ ആണ് അല്ലെ? സ്ട്രെസ് എന്ന് വെച്ചാൽ ഒരു പ്രഷർ അല്ലേടാ പിള്ളേരെ, അല്ലെ? അപ്പോ പ്രഷർ ഓക്കെ. ഈ ഡെൽറ്റ എന്താണോ നമുക്ക് നോക്കാം. അപ്പോ ഞാൻ പറയാണ്, ഇപ്പൊ ഞാനൊരു ബോഡി എടുക്കുകയാണ്. ഇപ്പോ ഒരാളുടെ പ്രഷർ P1 ആണെന്നിരിക്കട്ടെ. ഒരു ബോഡിക്കകത്തുള്ള പ്രഷർ P1 ആണ്. മറ്റൊരു സിസ്റ്റം, മറ്റൊരു ബോഡി ഞാൻ കൺസിഡർ ചെയ്യുകയാണ്, അതിനകത്തുള്ള പ്രഷർ P2 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ പ്രഷർ P1 ഉം മറ്റൊരു സിസ്റ്റത്തിന്റെ പ്രഷർ, രണ്ട് പ്രഷറിന്റെ വാല്യൂ, ഒരു പ്രഷറിന്റെ വാല്യൂ P1 ആണ്, മറ്റൊരു പ്രഷറിന്റെ വാല്യൂ P2 ആണ്. ഇതിന്റെ ഡിഫറൻസ് എടുക്കാൻ ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ ഡിഫറൻസ് നിങ്ങൾ എങ്ങനെ എടുക്കുക? P1 മൈനസ് P2 എന്ന് പറയും. അപ്പോ എനിക്കൊരു പ്രഷറുകളുടെ ഡിഫറൻസ് കിട്ടി, P1 മൈനസ് P2.
ഫിസിക്സിലും മാത്സിലും ഒക്കെ നമ്മൾ രണ്ട് ക്വാണ്ടിറ്റികളുടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഡിഫറൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ ഡെൽറ്റ എന്ന് പറയുന്ന സൈൻ ഉപയോഗിക്കുക. മനസ്സിലായോ? അപ്പൊ നമ്മളിവിടെ പ്രഷറുകളുടെ ഡിഫറൻസ് അല്ലേ എടുത്തത്. സോ ഡിഫറൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് സൈൻ കൊടുക്കും? ഡെൽറ്റ സൈൻ. അപ്പൊ ഇവിടെ നമ്മൾ ഡെൽറ്റ സൈൻ എന്തിനാ ഉപയോഗിച്ചെന്ന് മനസ്സിലായോ? ഡിഫറൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടി. ഇനി എന്തിന്റെ ഡിഫറൻസ് എടുത്തത്? രണ്ട് പ്രഷറുകളുടെ ഡിഫറൻസ് അല്ലേ. സോ ഡെൽറ്റ പി. സോ അപ്പൊ ഇവിടെ നമുക്ക് ഡെൽറ്റ പി വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. എന്ത് കാര്യം മനസ്സിലായി? അത് പ്രഷറുകളുടെ ഡിഫറൻസ് ആണെന്ന് മനസ്സിലായി അല്ലേ. പക്ഷെ എന്തിനാണോ ഇവിടെ നമുക്ക് പ്രഷറുകളുടെ ഡിഫറൻസിന്റെ കാര്യം എന്താണ്? നമുക്ക് അതും നോക്കാം. ഓക്കെ മക്കളെ. അപ്പോ വോളിയം സ്ട്രെസ് എന്ന് വെച്ചാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ആ ഫോഴ്സ് ബൈ ഏരിയ ഞാൻ ഡെൽറ്റ പി എന്ന് എഴുതി. അപ്പൊ ഒരു ഡെൽറ്റ ചേർന്ന ഒരു സാധനം വരുമ്പോ അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. അതൊരു ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡെൽറ്റ എടുത്തത്. പ്രഷറുകളുടെ ഡിഫറൻസ് ആണ് ഞാൻ ഇവിടെ പി എന്ന് കൊടുത്തു. അപ്പൊ ഞാനിവിടെ ഡെൽറ്റ പി എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ മക്കളെ? അത് പ്രഷറുകളുടെ ഡിഫറൻസ് ആണ്. ആണോ? നമുക്ക് ആ ഡെൽറ്റ പി വന്നത് എങ്ങനെയാണെന്ന്, ഡെൽറ്റ പിയുടെ ആ ഒരു മീനിങ് മനസ്സിലാവും. ഡെൽറ്റ പി ഒരു ഡിഫറൻസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. നമുക്കൊരു സിറ്റുവേഷൻ നോക്കാം. ഒരു ബോഡിയിലേക്ക് വോളിയം സ്ട്രെസ് വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നമ്മളൊരു പാത്രം ഒഴിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ പാത്രത്തിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. എന്റെ കയ്യിൽ ഒരു ബലൂൺ ഉണ്ട്. ഞാൻ ഈ ബലൂണിനെ ഈ വെള്ളത്തിനകത്തേക്ക് ഡിപ്പ് ചെയ്യണം. അപ്പോൾ ഈ ബലൂൺ ഈ വെള്ളത്തിനകത്തേക്ക് ഞാൻ ഡിപ്പ് ചെയ്തു. ഓക്കെ മക്കളെ, നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം ഈ ബലൂണിന്റെ വലിപ്പം ചെറുതായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. അപ്പൊ എപ്പോഴാണോ നമ്മൾ വെള്ളത്തിനകത്തേക്ക് ബലൂണിനെ ഡിപ്പ് ചെയ്യുന്നത് അവിടെ ബലൂണിന്റെ വലിപ്പം ചെറുതായിട്ട് കുറയും. വലിപ്പം കുറയാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ വോളിയം കുറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ വെള്ളത്തിനകത്തേക്ക് ഡിപ്പ് ചെയ്തു, അതിന്റെ വലിപ്പം അല്ലെങ്കിൽ വോളിയം കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്? വോളിയം സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ആ വോളിയം സ്ട്രെസിന്റെ എക്സ്പ്രഷൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ അതിനുവേണ്ടി നമുക്ക് എന്തുകൊണ്ടായിരിക്കും ഇതിന്റെ വോളിയം കുറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത സിസ്റ്റത്തിൽ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് ഫ്ലൂയിഡുകൾ കാണാൻ കഴിയും. പാത്രത്തിനകത്ത് വെള്ളമുണ്ട്, അതൊരു ഫ്ലൂയിഡാണ്. നമ്മുടെ ബലൂണിനകത്ത് നമുക്ക് കാറ്റുണ്ട്, എയർ ഉണ്ട്, അപ്പൊ അതും ഒരു ഫ്ലൂയിഡാണ്. അപ്പോ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഫ്ലൂയിഡുകൾക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിന് നമ്മൾ ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയും. ഇപ്പോ വെള്ളത്തിന് ഒരു ബോഡിയിലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് വെള്ളത്തിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷറാണ്, ഫ്ലൂയിഡ് പ്രഷറാണ്. സോ അതുകൊണ്ട് വെള്ളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ P1 ആണെന്നിരിക്കട്ടെ. അതേപോലെ ഈ ബലൂണിനകത്ത് എയർ ഉണ്ട്, അതും ഒരു ഫ്ലൂയിഡ് ആണ്. അതിനും എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ എയർ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്താണെന്നിരിക്കട്ടെ? P2. അപ്പൊ ഈ വെള്ളം ഈ ബലൂണിന്റെ സർഫസിലേക്ക് P1 പ്രഷർ കൊടുക്കുന്നുണ്ട്. എയറും ഈ ബലൂണിന്റെ അകത്തെ സർഫസിലേക്ക് P2 പ്രഷർ കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്താ നമുക്ക് ഈ വെള്ളത്തിനകത്തേക്ക് ബലൂൺ താഴ്ത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? ആ ബലൂണിന്റെ വലിപ്പം കുറയുകയല്ലേ ചെയ്തത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നമ്മുടെ P1 എന്ന് പറയുന്ന പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ P2 അല്ലേടാ മക്കളെ. പുറത്തെ പ്രഷർ കൂടുതലായതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ആ അകത്തെ പ്രഷറിനെ ഓവർകം ചെയ്തിട്ട് ആ ബലൂണിനെ അകത്തേക്ക് കൊണ്ടുപോയത്, അതിന്റെ വലിപ്പം കുറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ബലൂണിനെ വെള്ളത്തിനകത്തേക്ക് ഡിപ്പ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചേ? ഇവിടെ പുറത്തെ പ്രഷർ P1 ഈസ് ഗ്രേറ്റർ ദാൻ P2, അതുകൊണ്ടാണ് അതിന്റെ വലിപ്പം കുറഞ്ഞത്. നമ്മളെ കാര്യം മനസ്സിലായോ? അപ്പൊ നമ്മൾ ആ ബലൂണിനെ വെള്ളത്തിനകത്തേക്ക് ഡിപ്പ് ചെയ്തപ്പോ, അകത്തേക്ക് താഴ്ത്തി വെച്ചപ്പോ ബലൂണിന്റെ വലിപ്പം കുറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാ കുറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാ കുറഞ്ഞത്? വെള്ളം ബലൂണിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് P1. ഈ എയർ മോളിക്യൂൾസ്, ഈ ബലൂണിനകത്തുള്ള എയർ മോളിക്യൂൾസ് ബലൂണിന്റെ സർഫസിലേക്ക് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട് P2 ആണോ? അപ്പൊ ഇവിടെ ബലൂണിന്റെ വലിപ്പം കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആരാണ് കൂടുതലായിട്ടുള്ളത്? P1 വലുതാണ് എന്തിനേക്കാൾ? P2നേക്കാൾ. P1 ഈസ് ഗ്രേറ്റർ ദാൻ P2 ആണോ മക്കളെ? അപ്പോ ഇവിടെ ഈ പ്രഷർ ഇപ്പൊ P1 വലുതാണ്, P2 ചെറുതാണ്. അപ്പൊ അവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞേ P1 മൈനസ് P2. ചേഞ്ച് ഇൻ പ്രഷർ. ചേഞ്ച് ഇൻ പ്രഷർ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഡെൽറ്റ പി കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോ P1 മൈനസ് P2. ഈ ഡെൽറ്റ പി ആണ് ഇവിടെ ഈ ബലൂണിന്റെ വലിപ്പം എന്ത് ചെയ്തത്? കുറച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡെൽറ്റ പി നമുക്ക് എന്ത് പറയാം? നമ്മളുടെ വോളിയം സ്ട്രെസ് എന്ന് പറയാം. വോളിയം സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ദാറ്റ്സ് ഈക്വൽ ടു പ്രഷർ. ഇവിടെ ഏത് പ്രഷർ? ഇവിടെ ഈ സിസ്റ്റത്തിൽ ഉണ്ടായ ചേഞ്ച് ഇൻ പ്രഷർ ആണ്. ഇപ്പൊ ഞാൻ പറയാണ് P1 ഉം P2 ഈക്വൽ ആണ്. ഈ ബോഡിയുടെ വോളിയം കുറയോ? ഇല്ല.
എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഒരു ബോഡിയുടെ വോളിയം കുറയണമെങ്കിൽ അവിടെ എന്തായിരിക്കണം, ആ സിസ്റ്റത്തിന് ഏതെങ്കിലും P1 ആ പ്രഷറുകൾ തമ്മിൽ ഒരു ഡിഫറൻസ് വേണം. ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഡെൽറ്റ പി എന്ന് പറഞ്ഞത്. സോ ഇവിടെ നമ്മുടെ വോളിയം സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഡെൽറ്റ പി എങ്ങനെ വന്നു എന്ന് മനസ്സിലായോ? ഡിഫറൻസ് ഇൻ പ്രഷർ. നമ്മളിപ്പോ ഇവിടെ ഈ സിസ്റ്റം കൺസിഡർ ചെയ്തു. അപ്പോ ആ സിസ്റ്റങ്ങളുടെ ആ ഫ്ലൂയിഡുകളുടെ പ്രഷറുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ എന്ന് പറയുന്നത് ഡെൽറ്റ പി. ഇപ്പൊ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ഡെൽറ്റ പി കൺസെപ്റ്റ് നമുക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ മതി. ഈ ഡെൽറ്റ പി നമുക്ക് എവിടെ ആവശ്യം വരുന്നത്? പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡെൽറ്റ പി എന്ന് പറയുന്ന കൺസെപ്റ്റ് നല്ലോണം അറിഞ്ഞാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ അവിടെ വെറുതെ ഡൗട്ട് അടിച്ചിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോ വോളിയം സ്ട്രെസ് എന്താണെന്ന് മനസ്സിലായോ? വോളിയം സ്ട്രെസ് എന്താ? നമ്മൾ ബോഡിയിലേക്ക് സ്ട്രെസ് കൊടുത്തു, അതിന്റെ വോളിയം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വോളിയം സ്ട്രെസ് ആണ്. ആ വോളിയം സ്ട്രെസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായി, ഫോഴ്സ് ബൈ ഏരിയ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡെൽറ്റ പി. ഡെൽറ്റ പി വന്ന വഴി മനസ്സിലായോ മക്കളെ? ഓക്കെ, സോ നമുക്ക് അടുത്ത സ്ട്രെസ് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്ട്രെസ് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നമ്മളിവിടെ 2 സ്ട്രെസ് പറഞ്ഞു അല്ലെ? എന്തൊക്കെയായിരുന്നു? ലീനിയർ സ്ട്രെസ്സും വോളിയം സ്ട്രെസ്സും പറഞ്ഞു അല്ലെ? അടുത്ത നമുക്ക് പഠിക്കാനുള്ള സ്ട്രെസ്സിന്റെ പേരാണ്, ഈ ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോക്കാം, ഷിയറിംഗ്. പേര് കേട്ട് പേടിക്കരുത്, ഷിയറിംഗ് സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെസ്. സോ നമ്മൾക്ക് മൂന്നാമത്തെ ടൈപ്പ് സ്ട്രെസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്, ഷിയറിംഗ് സ്ട്രെസ്. നമുക്ക് ആ പേര് വെച്ച് തന്നെ സ്ട്രെസ്സിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ലീനിയർ സ്ട്രെസ് ആയപ്പോൾ ലെങ്തുമായിട്ട് ബന്ധപ്പെട്ടു, ലെങ്ത് ചേഞ്ച് ചെയ്തു. വോളിയം സ്ട്രെസ് ആയപ്പോൾ വോളിയം ചേഞ്ച് ചെയ്തു, അതുകൊണ്ട് നമ്മൾ അതിനെ വോളിയം സ്ട്രെസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബൾക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞു. ഇനി അപ്പൊ ഷിയറിംഗ് സ്ട്രെസ് എന്തായിരിക്കും? അപ്പൊ നമുക്ക് ഈ ടേം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണാവോ ഈ ഷിയറിംഗ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സോ ഷിയറിംഗ്. അപ്പോ ഷിയറിംഗ് പഠിക്കുന്നതിന് വേണ്ടി ഇതാ ഞാൻ ഒരു പുസ്തകം എടുക്കുകയാണ്, കുറച്ച് പഴയ പുസ്തകമാണ്. സോ എന്റെ കയ്യിൽ ഒരു പുസ്തകം ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഈ സൈഡ് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ പുസ്തകത്തിന്റെ താഴ്ഭാഗം ഞാൻ എന്റെ കയ്യിൽ ഇങ്ങനെ ഒട്ടിച്ചങ്ങ് വെച്ചിരിക്കുക, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഈ കാര്യം മനസ്സിലായ മക്കളെ? ഞാനൊരു പുസ്തകം എടുത്തു. എന്തിനു വേണ്ടി ഈ പുസ്തകം എടുത്തേ? ഷിയറിംഗ് പഠിക്കാൻ വേണ്ടി. അപ്പോ അതിന്റെ പുസ്തകം എടുത്ത് എന്റെ കയ്യിൽ വെച്ചു. കയ്യിൽ വെറുതെ വെച്ചേക്കാണോ? അല്ല, എന്റെ കയ്യിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുക, ഈ പുസ്തകം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. മനസ്സിലായോ? ഇനി ഞാൻ ചെയ്യുന്നത്, ഞാനിതാ ഈ പുസ്തകത്തിലേക്ക്, ഇതിന്റെ മുകളിലേക്ക് ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നോക്കി, ഞാനൊരു ഫോഴ്സ് കൊടുത്തു. എന്താ സംഭവിച്ചേ? ഞാൻ പുസ്തകം എടുത്തു, കയ്യിൽ വെച്ചു, ഞാനൊരു ഫോഴ്സ് കൊടുത്തു. കണ്ടോ? പുസ്തകം ചെറുതായിട്ടൊന്ന് ചരിഞ്ഞത് കണ്ടോ? നിങ്ങൾ ഈ സൈഡ് മാത്രം നോക്കുക. നോക്കുക, ഇതിപ്പോ റെക്ടാംഗുലർ ഷേപ്പിലായിരുന്നു. ഞാനൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സൈഡ് നോക്കിയേ, നിങ്ങൾ ഈ സൈഡ് നോക്കിയേ. ഇതിപ്പോ ഏത് ഷേപ്പിലായിരിക്കുന്നേ? ഒരു പാരലലോഗ്രാം ഷേപ്പിലല്ലേ? ആണോ? അപ്പൊ നമുക്ക് ഈ പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് ബോർഡിലേക്ക് ഒന്ന് വരച്ചു നോക്കാം. പുസ്തകം കയ്യിൽ ഫിക്സ് ചെയ്ത് വെച്ചു, മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. പുസ്തകം ആ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിലേക്ക് മുമ്പോട്ട് പോയി. അപ്പൊ നിങ്ങൾക്ക് കാണുന്ന ആ റെക്ടാംഗുലർ ഷേപ്പ് എന്ത് ഷേപ്പായി? പാരലലോഗ്രാം ഷേപ്പായി അല്ലെ? അപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾ നമുക്ക് ബോർഡിലേക്ക് ഒന്ന് വരയ്ക്കാം. എന്തിനു വേണ്ടിയാ? ഷിയറിംഗ് എന്താണെന്ന് ആദ്യം പറയണം, അത് പറയുന്നതിന് വേണ്ടി. അപ്പോ നമ്മുടെ കയ്യിൽ റെക്ടാംഗുലർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇതൊരു സർഫസ് ആണ്, എന്റെ കയ്യിലല്ലേ എടുത്തത്, എന്റെ ഒരു സർഫസ് ആയിട്ട് എടുത്തു. ആ സർഫസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന റെക്ടാംഗുലർ സൈഡ് ഉണ്ടായിരുന്നല്ലോ അല്ലെ? നിങ്ങൾ കണ്ട ഒരു സൈഡില്ലേ? നിങ്ങൾ ഫ്രണ്ട് കണ്ടില്ലേ? ഇതിന്റെ മുമ്പ് ഭാഗം കണ്ടില്ലേ? ഈ സൈഡാണ് ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇതിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. ഇവിടെ ഇതെന്താ? നമ്മളിവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ബുക്ക് ഇവിടെ താഴെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫിക്സ് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഈ ലൈൻ കൊടുത്തിരിക്കുന്നത്. ഈ ബ്ലൂ ലൈൻസ് ഇത് ഫിക്സ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി വരച്ചാണ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്തേ? നമ്മള് ഫോഴ്സ് കൊടുത്തു. ഓക്കെ, അപ്പൊ ഫോഴ്സ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ കഴിഞ്ഞേ? നമ്മൾ ഫോഴ്സ് കൊടുത്ത സമയത്ത് ഈ റെക്ടാംഗുലർ ഷേപ്പിലുള്ള ഈ ബ്ലോക്ക് ഫ്രണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അല്ലേ? അപ്പൊ അതാ നോക്ക്, ഈ റെക്ടാംഗുലർ ഷേപ്പിൽ നിങ്ങൾ കണ്ട ബുക്കിന് എന്ത് ഷേപ്പായി? ഫ്രണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് കണ്ടോ? ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെയായിരുന്നു സൈഡ് ഇരുന്നത്. നമ്മൾ ഫോഴ്സ് കൊടുത്തില്ലേ? കാറ്റത്തൊക്കെ മരം ഒരു ഡയറക്ഷനിലേക്ക് പോകില്ലേ? അതേപോലെ നമ്മൾ ആ ഫോഴ്സ് കൊടുത്ത ഡയറക്ഷനിലേക്ക് ആ ബുക്ക് മൊത്തത്തിൽ ഒന്ന് മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പൊ ആ ഷിഫ്റ്റിംഗ് മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ നമ്മുടെ ഫോഴ്സ് കൊടുത്ത സമയത്ത് നമ്മുടെ ബുക്കിന്റെ ടോപ്പ് സർഫസ് ഇതല്ലേ? ഈ ടോപ്പ് സർഫസ് നമ്മൾ ആ ഫോഴ്സ് കൊടുത്തപ്പോ മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഈ ടോപ്പ് സർഫസ് എന്ന് പറയുന്നതിന്റെ ബോട്ടം സർഫസിന് പാരലൽ ആയിട്ടല്ലേ ഷിഫ്റ്റ് ചെയ്യുന്നത്?
ആണോ മക്കളെ? അപ്പൊ നമ്മുടെ ബുക്കിന്റെ ടോപ്പ് സർഫസ് ഉണ്ടായിരുന്നു. ആ ടോപ്പ് സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടം സർഫസിന് പാരലായിട്ടല്ലേ ഷിഫ്റ്റ് ചെയ്തത്. അതേപോലെ ബുക്കിനകത്ത് ധാരാളം പേജുകളല്ലേ, ഇതിന്റെ ഇടയ്ക്കായിട്ട് ധാരാളം പേജുകളല്ലേ, ആ പേജുകളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരലായിട്ടല്ലേ മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഇപ്പൊ ഞാൻ പറയാണ്, ഇവിടെ ഇപ്പൊ ഇതിനെ നമുക്ക് ഈ ബുക്കിനെ നമുക്ക് പല ലെയറുകളായിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ, പല പേജസ് ചേർന്നാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബുക്ക് മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ ടോപ്പ് സർഫസ് മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിലെ ഓരോ പേജുകളും മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്യല്ലേ, ആണോടോ മക്കളെ? അപ്പോ ഇവിടെ ഈ ഓരോ പേജുകളും ഈ ഓരോ ലെയറുകളും മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്തു. എങ്ങനെ? അങ്ങോട്ടും ഇങ്ങോട്ടും പാരലായിട്ട്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ ഇതിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. ഈ ഫോഴ്സ് കൊടുത്തപ്പോൾ ബുക്കിന്റെ ടോപ്പ് മുമ്പോട്ട് പോയി എന്തിനെ പാരലായിട്ട്? ബോട്ടം സർഫസിന് പാരലായിട്ട്. അതേപോലെ തന്നെ ഈ ബുക്കിൽ എത്ര പേജുകളുണ്ടോ ആ പേജുകളെല്ലാം തന്നെ പാരലായിട്ട് ബോട്ടം സർഫസിന് പാരലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാരലായിട്ടാണ് മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്തത്. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ബോഡിക്കുണ്ടായ ഡിഫോർമേഷൻ ഉണ്ടല്ലോ, ഇതിന് നമുക്ക് പറയാം ആ ബോഡിക്ക് ഷിയറിംഗ് സംഭവിച്ചു എന്ന് പറയാം. അപ്പൊ എപ്പോഴാ മക്കളെ നമ്മളൊരു ബോഡിക്ക് ഷിയറിംഗ് സംഭവിച്ചു എന്ന് പറയാം? നമ്മളൊരു ബോഡിയിലേക്ക് ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബോഡിക്കകത്ത് ഇന്റേണൽ അകത്തുള്ള എല്ലാ ലെയറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പാരലായി മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് പറയാം? അവിടെ ആ ബോഡിക്ക് ഷിയറിംഗ് സംഭവിച്ചു എന്ന് പറയാം. അപ്പൊ ഫിസിക്സിൽ എപ്പോഴാണ് ഒരു ബോഡിക്ക് ഷിയറിംഗ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മളൊരു ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നു, ആ ബോഡി മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ആ ഷിഫ്റ്റിന്റെ പ്രത്യേകത എന്താ? അതിലെ എല്ലാ ലെയറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പാരലായിട്ടാണ് മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അവിടെ ആ ബോഡിക്ക് എന്ത് സംഭവിച്ചു? ഷിയറിംഗ് സംഭവിച്ചു. ആ ഷിയറിംഗ് സംഭവിച്ചതിന് കാരണം എന്താ? നമ്മൾ കൊടുത്ത സ്ട്രെസ് ആണ്. അതുകൊണ്ട് തന്നെ ആ സ്ട്രെസ് നമുക്ക് എന്ത് പേര് പറയാം? ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയാം. അപ്പൊ ഷിയറിംഗ് സ്ട്രെസ് എന്ന് വെച്ചാൽ എന്തേ ഉള്ളൂ? എളുപ്പമായി. ഷിയറിംഗ് അറിയാമെങ്കിൽ എളുപ്പമായി. എന്താ? എ സ്ട്രെസ് which cause shearing of an object. ഒരു ഒബ്ജക്റ്റിന് ഷിയറിംഗ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ആ ബോഡിയിലേക്ക് കൊടുക്കുന്ന സ്ട്രെസ്സിന് നമുക്ക് എന്തെന്ന് പറയാം? ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയാം. അപ്പൊ എന്താ ഷിയറിംഗ് എന്ന് മനസ്സിലായോ? നമ്മുടെ ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിലെ നമുക്ക് പല ഇന്റേണൽ ലെയറുകളെല്ലാം ആ ഫോഴ്സ് കാരണം മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ ഇന്റേണൽ ലെയറുകളെല്ലാം പരസ്പരം പാരലൽ ആണ് എങ്കിൽ അവിടെ ആ ബോഡിക്ക് എന്ത് സംഭവിച്ചു നമുക്ക് പറയാം? ഷിയറിംഗ് സംഭവിച്ചു എന്ന് പറയാം. ആ ഷിയറിംഗിന് കാരണക്കാരനായിട്ടുള്ള സ്ട്രെസ്സിന് നമുക്ക് എന്ത് പറയാം? ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയാം. അപ്പൊ ഷിയറിംഗ് സ്ട്രെസിന്റെ ഇക്വേഷൻ വേഗം എന്ന് പറഞ്ഞേ. ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? എളുപ്പം എന്താ? ഏത് സ്ട്രെസ് ആണെങ്കിലും ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പൊ ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. വീണ്ടും നമ്മൾ ബുക്കിലേക്ക് വന്നു. ഇവിടെ നിങ്ങൾ നോക്കി, നമ്മൾ ഫോഴ്സ് കൊടുത്തു. നമ്മൾ ഇവിടെ ഈ ടോപ്പ് സർഫസിലേക്ക് താഴ്ഭാഗം ഫിക്സ് ആണ്, നമ്മൾ ഇവിടെ ഫോഴ്സ് കൊടുത്തു. ഇവിടെ ഈ ഫോഴ്സിന്റെ പ്രത്യേകത എന്താ? ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ടോപ്പ് സർഫസിന് പാരലായിട്ടല്ലേ പോകുന്നത്, നമ്മൾ ഈ ഡയറക്ഷനിലല്ലേ ഫോഴ്സ് കൊടുക്കുന്നത്. സോ ഈ സർഫസിനെ ടച്ച് ചെയ്തുകൊണ്ടല്ലേ ഈ ഫോഴ്സ് പോകുന്നത്. ഇടാ മക്കളെ, മനസ്സിലായോടാ? നമ്മൾ മുകളിലേക്ക് ഫോഴ്സ് കൊടുത്തു, ഇങ്ങനല്ലേ ഫോഴ്സ് കൊടുത്തത്, ഷിഫ്റ്റ് ചെയ്തു, മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്തു. കണ്ട ഷിഫ്റ്റിംഗ് കണ്ട? അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? നമ്മുടെ ഈ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്ന ഈ ടോപ്പ് സർഫസിനെ ടച്ച് ചെയ്തല്ലേ പോകുന്നത്. കണ്ടോ? ഇങ്ങനെ ടച്ച് ചെയ്തല്ലേ പോയത്. അതുകൊണ്ട് തന്നെ ആ ഫോഴ്സ് നമ്മളൊരു പേര് പറയും, ടാൻജൻഷ്യൽ ഫോഴ്സ്. എന്താ മക്കളെ? ടാൻജൻഷ്യൽ ഫോഴ്സ്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്ത ഡീഫോമിംഗ് ഫോഴ്സ് നമുക്ക് എന്ത് പേര് പറയാം? ഫോഴ്സ് ഡീഫോമിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പേരും വിളിക്കാം? ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് വിളിക്കാം. ഡിവൈഡഡ് ബൈ ഏരിയ. നമ്മൾ സർക്കിളൊക്കെ പഠിച്ച സമയത്ത് ഒരു സർക്കിൾ വരച്ചു, നമ്മളൊരു പോയിന്റ് എടുത്തു, ആ പോയിന്റിനെ മാത്രം ടച്ച് ചെയ്ത് പോകുന്ന ഒരു ലൈൻ ആയിരുന്നു അതിന്റെ എന്ന് പറയുന്നത് ടാൻജന്റ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ഈ ടോപ്പ് സർഫസിനെ മൊത്തത്തിൽ ടച്ച് ചെയ്ത് പോകുന്നത്, ഈ ടോപ്പ് സർഫസിന് പാരലായിട്ടാണ് ഈ ഫോഴ്സ് പോകുന്നത്. നമ്മൾ ഇങ്ങനെയല്ലേ ഫോഴ്സ് കൊടുക്കുന്നത്. സോ ഈ സർഫസ് കിടക്കുന്ന അതേ ഡയറക്ഷൻ തന്നെയല്ലേ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. അത് മനസ്സിലായോ മക്കളെ? അതുകൊണ്ട് ആ ഫോഴ്സിന് നമ്മൾ എന്ത് പേര് പറയും? ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറയും, ഡിവൈഡഡ് ബൈ ഏരിയ. ഇവിടെ ഏതായിരിക്കും ഏരിയ എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മൾ ഈ ബോഡിയിലേക്ക് ഫോഴ്സ് കൊടുത്തു, ഏതായിരിക്കും ഏരിയ? നമ്മൾ ഇങ്ങോട്ടാ ഫോഴ്സ് കൊടുക്കുന്നത്. ഇവിടെ ഒരു ഏരിയ ഉണ്ട്, ഈ മുകളിൽ ഒരു ഏരിയ ഉണ്ട്. ഏത് ഏരിയ ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ. നിങ്ങൾ നോക്ക്, ഇവിടെ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ സർഫസിനെ ടച്ച് ചെയ്തല്ലേ പോകുന്നത്. അപ്പൊ ആ ഫോഴ്സ് ടച്ച് ചെയ്ത് പോകുന്ന ഈ മുകളിലത്തെ ഏരിയ മറന്നു പോകരുത്. നമ്മൾ ഈ ഫോഴ്സ് കൊടുത്തു, ഈ ഫോഴ്സ് ഈ സർഫസിന് പാരലായിട്ടല്ലേ പോകുന്നത്. അപ്പൊ ഈ ഫോഴ്സ് ടച്ച് ചെയ്ത് പോകുന്ന ഈ മുകളിലത്തെ ഏരിയ വേണം കൺസിഡർ ചെയ്യാൻ. ഇതെടുക്കരുത്. നമ്മൾ ഫോഴ്സ് കൊടുത്തു,
ആ ഫോഴ്സ് ഈ മുകളിലത്തെ സർഫസിന് പാരലായിട്ടല്ലേ പോകുന്നത്. സോ മുകളിലത്തെ ഏരിയ വേണം കൺസിഡർ ചെയ്യാൻ. ടാൻജൻഷ്യൽ ഫോഴ്സ്, ആ ടാൻജൻഷ്യൽ ഫോഴ്സ് ആ മുകളിലത്തെ സർഫസിലൂടെയാണ് പോകുന്നത്. സോ ടാൻജൻഷ്യൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, അവിടെ ഏരിയ എന്ത് വരും? നമ്മുടെ ടോപ്പ് സർഫസിന്റെ ഏരിയ വരും. ക്ലിയർ? ക്ലിയർ? ഓക്കെ. സോ ടാൻജൻഷ്യൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. സോ ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. അപ്പൊ ഇവിടെ നമുക്ക് ഫോഴ്സ് നമ്മൾ ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഷിയറിംഗ് സ്ട്രെസ്സിനെ വേണമെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് വിളിക്കാം. ടാൻജൻഷ്യൽ ഫോഴ്സ് കാരണം ഉണ്ടായ സ്ട്രെസ്, ടാൻജൻഷ്യൽ സ്ട്രെസ്. അപ്പോ ഈ ഷിയറിംഗ് സ്ട്രെസ് നമുക്ക് എന്തെന്നും വിളിക്കാം മക്കളെ? ഓർ ടാൻജൻഷ്യൽ സ്ട്രെസ്. ടാൻജൻഷ്യൽ സ്ട്രെസ് എളുപ്പം. നമുക്കിനി വേറൊരു സിറ്റുവേഷൻ നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ റെക്ടാംഗുലർ ബ്ലോക്ക്, ഇതിപ്പോ ഈ ബുക്കിന്റെ ഷേപ്പ് റെക്ടാംഗുലർ ഷേപ്പ് അല്ലേ. ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്നത്, നമ്മള് ഇവിടെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ബോഡി എടുക്കുകയാണ്. ഒരു സിലിണ്ടർ എടുക്കുകയാണ്. നമുക്ക് വേണം, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെടുത്തോ, ഒരു റബ്ബർ സിലിണ്ടർ എടുത്തോളൂ. നമ്മളൊരു സർഫസിലേക്ക് ഈ സിലിണ്ടർ പ്ലേസ് ചെയ്തു. വെറുതെ പ്ലേസ് ചെയ്താണോ? അല്ല. എന്നിട്ട് ആ സർഫസിൽ അതിനെ ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഈ സിലിണ്ടറിലേക്ക് നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. നിങ്ങൾ പറഞ്ഞോ എന്താ സംഭവിക്കുക? താഴ്ഭാഗം ഫിക്സ് ചെയ്തിരിക്കുക. താഴ്ഭാഗം ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഈ സിലിണ്ടർ മൊത്തത്തിൽ മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോയാനെ, നിരങ്ങി മുമ്പോട്ട് പോയാനെ. ഇപ്പൊ താഴ്ഭാഗം ഫിക്സ് ചെയ്തിരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഇതിന്റെ മോൾ ഭാഗം മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വെർട്ടിക്കൽ സൈഡ് എന്ത് ചെയ്യും? മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ? അപ്പൊ നമുക്ക് ആ ഷിഫ്റ്റിംഗ് നമുക്കൊന്ന് വരയ്ക്കാം. അപ്പോ ഈ ഫോഴ്സ് കാരണം ഈ സിലിണ്ടർ എന്ത് ചെയ്യും മക്കളെ? ഇയാളുടെ പൊസിഷൻ കണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാറ്റടിച്ചപ്പോ മരങ്ങൾ ആ ഡയറക്ഷനിൽ പോകുന്നു. അതേപോലെ ഫോഴ്സ് കൊടുത്തു, അപ്പൊ ആ ഡയറക്ഷൻ നമ്മുടെ സിലിണ്ടർ അങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തു. മനസ്സിലായോ? ഇവിടെ മനസ്സിലായോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞേ എന്താ? എളുപ്പമല്ലേ? ഫോഴ്സ് എഫ് ആണ്. സോ ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഷിയറിംഗ് സ്ട്രെസ് ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ കൊടുത്ത ഫോഴ്സ് എഫ് ടാൻജൻഷ്യൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. ഏത് ഏരിയ വരും? നമ്മൾ മുകളിലേക്കല്ല ഇങ്ങനെയല്ലേ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ആ ഫോഴ്സിന് പാരലായിട്ട് ഇതിപ്പോ ഒരു സിലിണ്ടർ ആണ് ഇരിക്കട്ടെ, നമ്മൾ ഇങ്ങനെയല്ലേ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഫോഴ്സ് ടച്ച് ചെയ്ത് പോകുന്ന ഈ മുകളത്തെ ഏരിയ അല്ലേ. അപ്പൊ മുകളത്തെ ഏരിയ എന്താ? നമുക്ക് ഇതല്ലേ നമ്മുടെ മുകളത്തെ ഏരിയ എന്ന് പറയുന്നത്. എന്ത് ഷേപ്പാ? സർക്കുലർ ഷേപ്പ് അല്ലേ. അപ്പൊ ഏരിയയുടെ സ്ഥാനത്ത് നമുക്ക് ഏരിയ ഈസിക്കൽ, നമുക്ക് ഇവിടെ എന്ത് വരും? ഏരിയ തന്നെ കൊടുത്തോ. നിങ്ങൾ ഓർത്തോണം ഏരിയ എന്താണ്? ഏരിയ ഈസിക്കൽ ടു ഇവിടെ എന്താണ്? ഇഫ് ആർ ഇസ് ദ റേഡിയസ് ദെൻ ഏരിയ ഈസിക്കൽ ടു പൈ ആർ സ്ക്വയർ എന്ന് വരും. ടോപ്പ് സർഫസിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ വരും. ഇവിടെ ടോപ്പ് സർഫസിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വരും. പറഞ്ഞത് മനസ്സിലായ മക്കളെ? നമ്മളൊരു ബോഡിയിലേക്ക് സ്ട്രെസ് കൊടുക്കുന്നു. ആ സ്ട്രെസ് കാരണം ആ ബോഡിക്ക് ഷിയറിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അവിടെ നമ്മൾ കൊടുത്ത സ്ട്രെസ് ഷിയറിംഗ് സ്ട്രെസ് ആണെന്ന് പറയാം. ആ ഷിയറിംഗ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം മനസ്സിലായല്ലോ. നമ്മളൊരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോ അവിടെ ആ ബോഡിയുടെ ഇന്റേണൽ ലെയറുകളെല്ലാം പാരലായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ബോഡിക്ക് ഷിയറിംഗ് സംഭവിച്ചു എന്ന് പറയാം. അങ്ങനെ ഷിയറിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് ആണ് ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ദാറ്റ്സ് ഈക്വൽ ടു ടാൻജൻഷ്യൽ ഫോഴ്സ്. ടാൻജൻഷ്യൽ ഫോഴ്സ് വന്നത് മനസ്സിലായല്ലോ. സർഫസിനെ ടച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് ടാൻജൻഷ്യൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. ഏരിയ എന്താ? ആ ഫോഴ്സ് ടച്ച് ചെയ്ത് പോകുന്ന ഏരിയ. ക്ലിയർ? ഇവിടെ ആകുമ്പോ ഈ കേസ് ആകുമ്പോ ഇവിടെ മുകളത്തെ ഏരിയ ഈ ലെങ്ത് ഇൻറ്റു ഈ ലെങ്ത്. ഇവിടെ ആകുമ്പോ ഈ മുകളത്തെ ഏരിയ പൈ ആർ സ്ക്വയർ. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് സ്ട്രെസ് എന്നും അതിന്റെ 3 ക്ലാസിഫിക്കേഷൻസും ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്. കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം, അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ നല്ല പാടായി പോകും. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പഠിക്കുക, നാളത്തേക്ക് വെച്ചേക്കരുത്. അപ്പോ വൃത്തിയായിട്ട് പഠിച്ചു പോവാം മക്കളെ. അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കേട്ടോ. നന്ദി.